الحمد لله المتفجد بالجلال والكمال الذي أنعمنا بنعم كثيرة لا تعد ولا تحصى وهو الذي جعل للمتقين مواسم لازدياد من الخيرات وللمقصرين أبوابا لمحو الذنوب والموبقات وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي أرسله بدين الحق بشيرا ونذيرا وداعيا إلى الله سراجا منيرا اللهم صل وسلم وبارك على سيد البشر محمد بن عبد الله صلى الله عليه وعلى آله وأصحابه أجمعين أما بعد فيا أيها الناس أوصيكم وإياي بتقوى الله فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون صدق الله العلي العظيم فيا أيها الناس أوصيكم وإياي بتقوى الله സജ്ജനങ്ങൾക്ക് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുവാനും പാപങ്ങൾ കഴുകിക്കളയുവാനും ചില പ്രത്യേക അവസരങ്ങൾ സംവിധാനിച്ചിട്ടുള്ള സർവലോക രക്ഷിതാവായ അല്ലാഹുവിനാണ് സർവസ്തുതിയും. അല്ലാഹു ഒഴികെ ആരാധ്യനേ ഇല്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അവൻ ഏകനും സർവശക്തനുമാണ്. അവന് പങ്കുകാരനേ ഇല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ അന്തിമ ദൂതനാണ്. സർവജനങ്ങളെയും സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുവാനാണ് അവിടുന്ന് അല്ലാഹുവിനാൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹുവേ, നിന്റെ കരുണയും നിന്റെ എല്ലാവിധ ഗുണങ്ങളും പ്രവാചക പ്രഭുവിനും അവിടുത്തെ കുടുംബത്തിനും സർവസജ്ജനങ്ങളിലും നീ വർഷിക്കണമേ നാഥ. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിന് തഖ്വ ചെയ്തുകൊണ്ട് ജീവിതത്തെ സൂക്ഷ്മമായി അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് അധിഷ്ഠിതമായി ആക്കി തീർക്കണമെന്ന് എന്നെയും നിങ്ങളെയും പ്രത്യേകം ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. കഴിഞ്ഞ 5 ഖുത്ബകളിലായി നിസ്കാരത്തിൻ്റെ ആത്മാവിനെ സംബന്ധിച്ച് എങ്ങനെ ഒരു വിശ്വാസിക്ക് അല്ലാഹുവിൽ ലയിച്ചുകൊണ്ട് നിസ്കാരത്തിൻ്റെ അനുഭൂതിയും ആനന്ദവും അനുഭവിച്ചുകൊണ്ട് നിസ്കരിക്കാം എന്നതിനെ സംബന്ധിച്ച് നാം പ്രതിപാദിച്ചു. ഇസ്ലാമിൻ്റെ 4ാമത്തെ സ്തംഭമായ കർമ്മങ്ങളിൽ 2ാം സ്ഥാനമുള്ള വ്രതാനുഷ്ഠാനത്തിൻ്റെ നാളുകൾ
നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിലാണ് നിസ്കാരത്തിന്റെ വിശദ വിവരങ്ങൾ നാം പ്രതിപാദിച്ചത്. ഇപ്പോൾ നിസ്കരിക്കുമ്പോൾ വല്ലാത്ത സുഖം അനുഭവിക്കുന്നു എന്ന് പല സഹോദരങ്ങളും അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചത് വളരെ സന്തുഷ്ടകരമാണ്. വിഷയത്തെ വേണ്ട വിധത്തിൽ ഹൃദയം കൊണ്ട് ഉൾക്കൊള്ളുന്നവർ അങ്ങനെ അത് അമലായി ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കണം. അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളോടും വിഷയങ്ങൾ കേൾക്കുകയും ഹൃദയങ്ങൾ കൊണ്ട് അവ ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ അത് കർമ്മ പദത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടി പ്രായോഗിക തലത്തിൽ നാം അതിനെ കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ റമളാൻ ദൈവഭക്തിയും പാപമുക്തിയും ജീവിത വിശുദ്ധിയും സമ്മാനിച്ചുകൊണ്ടാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. ഏതൊരു സത്യവിശ്വാസിയുടെയും ഹൃദയത്തിൽ ആനന്ദത്തിന്റെയും ആമോദത്തിന്റെയും ആഹ്ലാദത്തിന്റെയും തിരമാലകൾ ഉത്ഭവിക്കുന്ന, തിരമാലകൾ ഓളം തുള്ളുന്ന ഏറ്റവും അനർഘമായ നിമിഷങ്ങളാണ് റമളാൻ ഷരീഫിൻ്റെത്. അതുകൊണ്ട് തന്നെ ഇത്രയും പവിത്രമായ ഒരു വിരുന്നുകാരൻ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ആ വിരുന്നുകാരനെ സ്വീകരിക്കാൻ നാം ആദ്യമായി സജ്ജമാകേണ്ടതുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് ഒരു പ്രധാനപ്പെട്ട ഗസ്റ്റ് വരികയാണ് എങ്കിൽ നാം എത്ര ദിവസം മുതലാണ് തയ്യാറെടുക്കാൻ തുടങ്ങുക? വീട്ടിലേക്ക് ഗസ്റ്റ് വരുമ്പോൾ ആ ഗസ്റ്റിനെ സ്വീകരിക്കുവാൻ വേണ്ടി വീടും പരിസരവും അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ ഉള്ളറയും പുറം ഭാഗവും നാം പ്രത്യേകം വൃത്തിയാക്കുകയും ഒരുക്കി വെക്കുകയും ചെയ്യും. ഒരു രാഷ്ട്രം ഒരു പ്രധാന അതിഥിയെ സ്വീകരിക്കണമെങ്കിൽ ആ സ്വീകരിക്കുവാൻ വേണ്ടി വളരെയധികം ദിവസങ്ങളെടുത്ത്, ഒരുപക്ഷെ മാസങ്ങളെടുത്ത് തയ്യാറെടുപ്പുകൾ നടത്താറുണ്ട്. പ്രധാന അതിഥിയെ സ്വീകരിക്കുവാൻ വേണ്ടി റോഡിന്റെ പണികൾ തകൃതിയായി നടത്താറുണ്ട്. അതുപോലെ തന്നെ പരിസരങ്ങളും അതുപോലെ മറ്റുള്ള പ്രധാന കേന്ദ്രങ്ങളും വർണ്ണശോഭയുള്ളതാക്കുകയും അതുപോലെ വേണ്ട അലങ്കാരങ്ങൾ നടത്തുകയും ചെയ്യുന്നത് പതിവാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമളാനിനേക്കാൾ വലിയ വിരുന്നുകാരനില്ല. നമ്മുടെ ഏറ്റവും വലിയ വിരുന്നുകാരനാണ് നമുക്ക് സമാഗതമാകാൻ പോകുന്നത്. ആ വിരുന്നുകാരനെ വേണ്ട വിധത്തിൽ സ്വീകരിക്കേണ്ടത് സത്യവിശ്വാസിയുടെ ബാധ്യതയാണ്, ഈമാനിന്റെ ലക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിനെ സ്വീകരിക്കുവാൻ വേണ്ടി മാസങ്ങൾക്ക് മുമ്പേ ഒരുങ്ങാറുണ്ടായിരുന്നു. റജബ് മുതൽ തന്നെ അവർ പലപ്പോഴും അവിടുന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന പ്രാർത്ഥനയിൽ ഇങ്ങനെ ദുആ ചെയ്യുമായിരുന്നു: അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ തമ്പുരാനെ, റജബിലും ശഅബാനിലും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരണമേ അല്ലാഹ്, അടുത്ത റമളാൻ ഞങ്ങൾക്ക് എത്തിച്ചു തരണമേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചിരുന്നു, സ്വഹാബാക്കൾ പ്രാർത്ഥിച്ചിരുന്നു. സജ്ജനങ്ങളെല്ലാം ഇങ്ങനെ അവർ പ്രാർത്ഥിക്കുമായിരുന്നു. റജബിലും ശഅബാനിലും തുടരുന്ന പ്രാർത്ഥന റമളാൻ വരെ അവർ തുടരുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നാം റമളാനിനെ സ്വീകരിക്കുവാൻ വേണ്ടി മാസങ്ങൾക്ക് മുമ്പേ ഒരുങ്ങണമെന്ന സന്ദേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രാർത്ഥനയിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈമാനിനെ ഊഷ്മളമാക്കുവാനും സൽക്കർമ്മങ്ങളുടെ അല്ലാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാനുമുള്ള സുവർണാവസരമാണ് റമളാൻ. ഈ റമളാൻ വളരെ ധന്യമാക്കുവാൻ വേണ്ടി, നാം വളരെ പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടി നാം നിയ്യത്ത് ചെയ്യുകയും അതിനു വേണ്ടി ശരീരത്തെ പാകപ്പെടുത്തണം, വീടിനെ പാകപ്പെടുത്തണം, വീട്ടുകാരെ പാകപ്പെടുത്തണം, നമ്മുടെ പരിസരങ്ങളെ പാകപ്പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ
മുൻ തലമുറയിലെ പല ആളുകളും റമദാനിനെ സ്വീകരിക്കുവാൻ വേണ്ടി അവരുടെ ശരീരങ്ങളെ തന്നെ പാകപ്പെടുത്താറുണ്ട്. മനസ്സിനെ മാത്രമല്ല, ശരീരങ്ങളെയും പാകപ്പെടുത്താറുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ചെറുപ്പകാലങ്ങളിൽ നമ്മുടെ വീടുകളിലും മറ്റും റമദാനിന്റെ മുമ്പായി എല്ലാവരും ഒന്ന് വയറ് ക്ലിയർ ചെയ്തു, ഒന്ന് വയറിളക്കി വയറ് ക്ലിയർ ചെയ്യും. അത് ശരീരത്തെ ക്ലിയർ ചെയ്യലാണ്. റമദാനിനെ സ്വീകരിക്കുവാൻ വേണ്ടി ശരീരത്തിനെ ഒരുക്കുകയാണ്. എന്നാൽ മനസ്സിനെ ഒരുക്കേണ്ടത് പ്രാർത്ഥനകൾ കൊണ്ടാണ്, ഭക്തി കൊണ്ടാണ്, തഖ്വ കൊണ്ടാണ്. നാം കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞുവല്ലോ, ശഅബാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി അമലുകൾ ചെയ്തിരുന്ന മാസമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിരുന്നത് ശഅബാൻ മാസത്തിലായിരുന്നു. ശഅബാൻ മാസത്തിൽ 15-ാമത്തെ ദിവസത്തിൽ മാത്രമായി ഒരു വ്രതാനുഷ്ഠാനം പ്രബലമായ ഹദീസുകളിലൊന്നും വന്നിട്ടില്ല. എന്നാൽ എല്ലാ അറബ് മാസത്തിലും 13-ലും 14-ലും 15-ലും ഇങ്ങനെ 3 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആഴ്ചയിൽ പ്രത്യേകം വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും വ്രതമനുഷ്ഠിക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രതിപാദ്യ വിഷയം ശഅബാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ചിരുന്നു എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കാരണം എന്തിനാണ് റമദാനിലെ നോമ്പിലേക്കുള്ള ഒരു മുന്നോടിയായി, ഒരു ചവിട്ടുപടിയായി ശഅബാൻ മുതൽ കുറെ നോമ്പുകൾ അനുഷ്ഠിച്ചുകൊണ്ട് റമദാനിനെ വരവേൽക്കുകയാണ്, റമദാനിനെ ആദരിക്കുകയാണ്. റമദാൻ അങ്ങനെ ആനന്ദത്തും വളരെയധികം ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് സ്വീകരിക്കുവാനുള്ള ആജ്ഞയാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. പള്ളികളെല്ലാം വൃത്തിയാക്കിയും വീടുകളെല്ലാം വൃത്തിയാക്കിയും അതുപോലെ തന്നെ ആ വൃത്തിയാക്കുന്നതോട് കൂടെ തന്നെ തഖ്വയുടെ അന്തരീക്ഷം നമ്മുടെ മനസ്സിൽ ഉണ്ടായിത്തീരുകയാണ് വേണ്ടത്. തഖ്വയില്ലാതെ വെറും പുറം മൂടി കൊണ്ട് മാത്രം അല്ലാഹുവിന്റെ അടുക്കൽ യാതൊരുവിധ പ്രയോജനവുമില്ല. കാരണം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുബരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും എന്നാണ്. അല്ലാഹുവിന്റെ തിരുനോട്ടം നിങ്ങളുടെ രൂപങ്ങളിലേക്കല്ല, നിങ്ങളുടെ ഭാവങ്ങളിലേക്കല്ല, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് അല്ലാഹുവിന്റെ പ്രവർത്തനം, അല്ലാഹുവിന്റെ നോട്ടം എന്ന്. അതുകൊണ്ട് പുറംമൂടിയായി പലതും നാം ചെയ്യാറുണ്ടാകും. പലരും പല പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. നിസ്കരിക്കുന്നവർ വരെ അല്ലാഹുവിന് വേണ്ടി അല്ലാതെ നിസ്കരിക്കുന്നവരുണ്ട്. അത്തരക്കാരെ ആക്ഷേപിച്ചും അവർക്ക് സർവനാശമുണ്ട് എന്നും പറഞ്ഞുകൊണ്ടുള്ള പ്രതിപാദ്യം നാം നിസ്കാരത്തിന്റെ വിഷയത്തിനിടയിൽ പറഞ്ഞു പോയതാണ്. ആയതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ അമലുകൾ അല്ലാഹുവിനെ കാണുവാൻ വേണ്ടിയും അല്ലാഹുവിനെ കാണിപ്പിക്കുവാൻ വേണ്ടിയും അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടും ആയിരിക്കേണ്ടതാണ്. അപ്പോൾ റമദാനിനെ സ്വീകരിക്കുവാൻ ഏറ്റവും ആദ്യമായി നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തെ നാം ശുദ്ധിയാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ റമദാനിൽ കഴിഞ്ഞുപോയ എത്രയോ ആളുകൾ ഈ റമദാനിൽ നമ്മോടൊപ്പം ഇല്ല. കഴിഞ്ഞ റമദാനിൽ നോമ്പ് നോറ്റ് നമ്മോടൊപ്പം നോമ്പ് തുറന്ന എത്രയോ സഹോദരങ്ങൾ ഇന്ന് ഖബറിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. കഴിഞ്ഞ റമദാനിൽ നമ്മോടൊപ്പം നോമ്പ് തുറന്നവർ, നമ്മോടൊപ്പം തറാവീഹ് നിസ്കരിച്ചവർ, നമ്മോടൊപ്പം എഴുത്തിക്കാത്തിരുന്നവർ, നമ്മോടൊപ്പം ഖുർആൻ ക്ലാസുകളിൽ പങ്കെടുത്തവർ, അവരിൽ പലരും ഇന്ന് നമ്മോടൊപ്പം ജീവിച്ചിരിക്കുന്നില്ല, മരിച്ചുപോയി മണ്ണിന്റെ ചുവട്ടിലാണ്. അവരുടെ ഖബറിലെ അവസ്ഥ എന്താണ് എന്ന് നമുക്കറിയുമോ? ആയതുകൊണ്ട് നാം ജാഗരൂകരായിരിക്കണം, ജാഗ്രത പുലർത്തണം. ഈ റമദാൻ, അടുത്ത റമദാൻ നമുക്ക് വരുമെന്ന് പറയാൻ എന്താണ് ഉറപ്പ്? പലരും പല നന്മകളും പിന്തിച്ചിടുക ഒരു പതിവാണ്. പിന്തിച്ചിടാൻ നമുക്ക് സഹോദരങ്ങളെ യാതൊരുവിധ ന്യായവുമില്ല. കാരണം നാളെ തന്നെ ജീവിക്കും എന്ന് ഉറപ്പില്ലാത്തവരാണ് നാം. ഏത് ഭൂമിയിലാണ് മരണമെന്ന് നമുക്കറിയുകയില്ല. അള്ളാഹു തന്നെ പറഞ്ഞു, വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദ. നാളെ എന്ത് ചെയ്യുമെന്ന് ഒരു നഫ്സിനും ഒരു മനസ്സിനും അറിയുകയില്ല. അതുപോലെ തന്നെ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്.
ഏത് ഭൂമിയുടെ കോണിൽ വെച്ചാണ് നിങ്ങളുടെ മരണം, ഒരു മനുഷ്യന്റെ മരണം എന്നും ആർക്കും പറഞ്ഞുകൂടാ. ഈ ജമാഅത്തിൽപ്പെട്ട ഒരു സഹോദരൻ ഈയിടെ മരിച്ചത്, 2-3 ദിവസം മുമ്പ് മരിച്ചത് ഇന്തോനേഷ്യയിൽ വെച്ചാണ്. അദ്ദേഹത്തിന്റെ ജനാസ ഇന്നലെയാണ് ഇവിടെ എത്തി കബറടക്കിയത്. അള്ളാഹു അദ്ദേഹത്തിന്റെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുമാറാവട്ടെ. അപ്പോൾ ഏത് സമയത്ത്, എവിടെ വെച്ച്, ഏത് രൂപത്തിൽ മരിക്കുമെന്ന് ആർക്കും പറഞ്ഞുകൂടാ. റമദാൻ വരെ തന്നെ നാം ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പുണ്ടോ സഹോദരങ്ങളെ? ആയതുകൊണ്ട് റമദാനിനെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് ഇപ്പോൾ തന്നെ നാം മെരുക്കിയെടുക്കേണ്ടതുണ്ട്. നമ്മുടെ മനസ്സിനെ വിമലീകരിക്കേണ്ടതുണ്ട്. ശരീരത്തെ മെരുക്കിയെടുക്കുകയും വീടും പരിസരവും അതിന് വേണ്ടിയുള്ള ഒരു അവസ്ഥ നാം ഉണ്ടാക്കി തീർക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കാരണം നമുക്കറിയില്ല അടുത്ത റമദാൻ വരെ നാം ഉണ്ടാകുമോ എന്ന്. ഒരു നാൾ ഇങ്ങനെ പലരും മരിച്ചു പോകുമ്പോൾ ഒരു നാൾ നാം മരിക്കാനുള്ളതാണ് എന്ന് നമുക്ക് എന്താണ് ഓർമ്മ വരാത്തത്? കഴിഞ്ഞ റമദാനിൽ നമ്മോടൊപ്പം ജീവിച്ചവർ മരിച്ചുപോയി. അവർ മണ്ണിന്റെ ചുവട്ടിൽ അവര് ജീവിക്കുകയാണ് ഈ സമയത്ത് അവരുടെ ബർസഖിയായ ജീവിതമാണ്. അവരുടെ ബർസഖിയായ അവസ്ഥ എന്താണ് എന്ന് നാം ഒരു വേള ചിന്തിക്കേണ്ടതുണ്ട്. നമുക്കും പോവേണ്ടേ കബറിലേക്ക്, നമുക്കും കയറേണ്ടേ മയ്യത്ത് കട്ടിൽ, നമ്മെയും നമ്മുടെ വീട്ടിന്റെ അകത്തളത്തിൽ നടുറൂമിൽ വെള്ള പൊതിച്ചുകൊണ്ട് കിടത്തുകയില്ലേ സഹോദരങ്ങളെ? ഒന്നോർത്തു നോക്കുക ആ രംഗം. നമ്മുടെ വീട് എത്ര മനോഹരമായി ഉണ്ടാക്കിയ വീട്, എത്രയധികം സമ്പത്തുകൾ ചെലവഴിച്ചുണ്ടാക്കിയ വീട്, ആ വീടിനെയും വീടിന്റെ സമ്പത്തുകളെയും ബാങ്ക് ബാലൻസുകളെയും സ്വർണ്ണാഭരണങ്ങളെയും ബിസിനസ് കൂമ്പാരങ്ങളെയും മറ്റുള്ള സമ്പത്തിനെയും നാം കൊണ്ടുപോകുമോ കബറിലേക്ക്? കൊണ്ടുപോവുകയില്ല. വെറും 3 കെട്ടം തുണി മാത്രമാണ് കൊണ്ടുപോവുക. നമ്മുടെ വീട്ടിന്റെ അകത്തളത്തിൽ നാം വെള്ള പുതച്ച് കിടക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തിൽ നമ്മെ ഓർത്തുകൊണ്ട് നമ്മുടെ ജീവിത പങ്കാളികൾ ഗദ്ഗതപ്പെടും, നമ്മുടെ മക്കൾ ദുഃഖിതരാകും, നമ്മുടെ ഉറ്റവരും ഉടയവരും നമ്മെ ഓർത്തുകൊണ്ട് സങ്കടപ്പെടും. അങ്ങനെയുള്ള ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായി ശയ്യയില്ലാതെ, ആദ്യമായി തലയിണയില്ലാതെ കിടക്കുന്ന ദിവസമായിരിക്കും ആ ദിവസം എന്നെ തേടി വരാനുണ്ട്, നിങ്ങളെ തേടി വരാനുണ്ട്. അങ്ങനെ നാം ചലനമറ്റ രീതിയിൽ നാം കിടക്കുന്നു. ആരെല്ലാമോ വരുന്നു, ആരെല്ലാമോ പോകുന്നു. എല്ലാവരും നമ്മുടെ ചുറ്റുഭാഗത്ത് നമ്മുടെ മുഖം ഒരു നോക്ക് കണ്ട് അവരിങ്ങനെ പോകുന്നു. നമ്മുടെ ഉറ്റവരുണ്ട്, ഉടയവരുണ്ട്, ഏറ്റവും വലിയ ക്ലോസ് ഫ്രണ്ട്സുകളുണ്ട്. പക്ഷേ അവര് ആരാണ് എന്ന് നമുക്ക് തിരിച്ചറിയില്ല. അങ്ങനത്തെ ഒരു സമയം നമുക്ക് വരാനുണ്ട്. ആ സമയം എന്നാണ് എന്ന് ആർക്കും പറയുകയില്ല. അതിന്റെ മുമ്പായി ആഖിറത്തിലേക്കുള്ള ഭണ്ഡാരം നിറച്ചു വെക്കലാണ് സത്യവിശ്വാസിയുടെ ബാധ്യത. ആഖിറം എന്ന യാത്ര, ഖബറെന്ന യാത്ര, ഖബറിലേക്കുള്ള യാത്ര എല്ലാവർക്കും തീർച്ചയാണ്. ഏത് സമയത്ത് എന്ന് മാത്രം പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നീ രാത്രിയായാൽ നേരം വെളുക്കുമെന്ന് നീ ഉറപ്പിക്കേണ്ടതില്ല. നേരെ പുലർന്നാൽ അന്ന് വൈകുന്നേരമാകുമെന്ന് നീ ഒരിക്കലും ഉറപ്പിക്കരുത്. ആ രൂപത്തിൽ നീ പുണ്യങ്ങൾ ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനിയും റമദാനിന് വേണ്ടി ഒരുങ്ങാത്തവരെ, ഇനിയും റമദാൻ വരുന്നു എന്ന ചിന്ത ഹൃദയത്തിൽ കയറാത്ത സഹോദരങ്ങളെ, ഇതാ സജീവമാകേണ്ടിയിരിക്കുന്നു. ഈ മൂവ്മെന്റ് മുതൽ ഇതാ റമദാനിനെ സ്വീകരിക്കാനുള്ള മനസ്സുമായി നാം കഴിയേണ്ടിയിരിക്കുന്നു. നാം നമ്മുടെ പാപമോചനത്തിന് വേണ്ടി തേടിക്കൊണ്ടേയിരിക്കേണ്ടതാണ്. നമ്മുടെ ബന്ധങ്ങളെല്ലാം നന്നാക്കേണ്ടിയിരിക്കുന്നു. റമദാൻ ഷരീഫിൽ നാം ഒരുപാട് അമലുകൾ ചെയ്യുന്നുണ്ട്. അതെല്ലാം അള്ളാഹു സ്വീകരിക്കാൻ ചില നിബന്ധനകളുമുണ്ട്. എന്താണ് നിബന്ധനകൾ? നമ്മുടെ അമലുകളെല്ലാം നമ്മുടെ മനസ്സ് ക്ലിയർ ആവണം. നമ്മുടെ അമലെല്ലാം അള്ളാഹുവിന്റെ താല്പര്യത്തിന് വേണ്ടിയായിരിക്കണം. അതുകൊണ്ടാണ് സമയം പാഴാകുന്ന കാര്യത്തിൽ നാം ശ്രദ്ധിക്കണം. നീക്കി വെക്കേണ്ട ആവശ്യമില്ല, നാളെയാവാമെന്ന് ആലോചിക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ റമദാനിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രായപൂർത്തി എത്തിയത് മുതൽ നമുക്ക് റമദാനിലെ നോമ്പ് ഖളാ ആയി പോയിട്ടുണ്ടെങ്കിൽ സഹോദര, ഖളാ വീട്ടേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. പ്രായപൂർത്തിയെത്തിയത് മുതൽ നിസ്കാരവും നോമ്പും ഓരോ മനുഷ്യനും നിർബന്ധമാണ്. അവർക്ക് ഇത് കൈമോശം വന്നു പോയിട്ടുണ്ട് എങ്കിൽ, പാഴായി പോയിട്ടുണ്ട് എങ്കിൽ അവർ വീണ്ടെടുക്കൽ അവരുടെ ബാധ്യതയാണ് പ്രിയപ്പെട്ടവരെ. ആയതുകൊണ്ട് റമദാൻ അടുത്ത് നിൽക്കുമ്പോൾ ഷഅബാനിലെ
കുറഞ്ഞ ദിവസങ്ങളാണ്. ഇനി അങ്ങനെയുള്ള നോമ്പുകൾ നോറ്റുവീട്ടുവാനും സുന്നത്ത് നോമ്പുകൾ നോറ്റുവീട്ടുവാനും അതുപോലെ ഉള്ള അമലുകൾക്ക് നമുക്ക് കഴിയുക. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാലഘട്ടം നമ്മളെ കാത്തു നിൽക്കുകയില്ല. മണിക്കൂറുകളും ദിവസങ്ങളും പോയി മറയുകയാണ്. വർഷങ്ങളും മാസങ്ങളും അതിന്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ നാം ഒരു അമൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസവും അവിടെ ചെക്കായി നിൽക്കുന്നില്ല. ഖുർആൻ പറയുകയാണ്, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. അതെ, വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. കാലം ഒരു പ്രതിഭാസമാണ്, കാലം ഒരു അത്ഭുതമാണ്. കാലം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഞാനിപ്പോൾ ഈ വാക്ക് പറഞ്ഞ ഈ നിമിഷമല്ല അടുത്ത വാക്ക് പറയുമ്പോൾ ഉണ്ടാകുന്നത്. എന്റെ ജീവിത ചക്രമാകുന്ന ഈ നിമിഷത്തിൽ എന്റെ ഈ പുണ്യം ഇവിടെ രേഖപ്പെടുത്തി, അടുത്ത നിമിഷത്തിൽ വേറെയാണ് രേഖപ്പെടുത്തുക. നമ്മുടെ ജീവിത ചക്രങ്ങളിലെ ഓരോ നിമിഷവും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നന്മയായാലും തിന്മയായാലും അല്ലാഹു തആല രേഖപ്പെടുത്തും. അല്ലാഹു തന്നെ പറഞ്ഞു, ഹാദാ കിതാബുനാ യൻതിഖു അലൈക്കും ബിൽ ഹഖ് ഇന്നാ കുന്നാ നസ്തൻസിഖു മാ കുൻതും തഅമലൂൻ. നാളെ അല്ലാഹു തആല നമ്മുടെ രേഖ തരും. ആ രേഖയിൽ നാം ചെയ്ത ഒരു പ്രവർത്തനം പോലും വിട്ടുപോകാതെ രേഖയായിരിക്കും. പണ്ടെല്ലാം നമ്മിൽ പല ആളുകൾക്കും സംശയം ഉണ്ടായിരുന്നു. എന്താ, എങ്ങനെ അല്ലാഹു മലക്കുകൾ റഖീബ് ആത്തിയത് മനുഷ്യന്റെ നന്മയും തിന്മയും രേഖപ്പെടുത്തും? അപ്പൊ എങ്ങനെ അത് രേഖപ്പെടുത്ത? വലത്തും ഇടത്തും റഖീബും ആത്തിയതുണ്ട് എന്നാണ് നമ്മെങ്ങനെ മദ്രസകളിലൊക്കെ വെച്ച് പഠിപ്പിച്ചു തന്നത്. അപ്പോ ഇവര് വലിയ കിതാബും കെട്ടൊക്കെ വെച്ച് ഇങ്ങനെ കസാരമേശൊക്കെ ഇട്ട് ഇങ്ങനെ എഴുതിയിരിക്കും എന്നാണ് പണ്ടൊക്കെ നാം വിചാരിച്ചിരുന്നത്. ഇന്ന് ധാരണ മാറി. കാരണം ഇന്ന് ഒരു ചെറിയ ചിപ്പിൽ എന്തെല്ലാം വലിയ സംഭവങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ ക്യാമറ, അല്ലാഹു ഏൽപ്പിക്കപ്പെട്ട റഖീബിന്റെയും അതീദിന്റെയും വീഡിയോ ക്യാമറ തുറന്നു വെച്ചിരിക്കുകയാണ്. നമ്മുടെ ജീവിതം ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസം നമ്മുടെ ജീവിതത്തിൽ ഒരു ഫയലായി നമ്മുടെ ആ ഗ്രന്ഥത്തിൽ, ആ റഖീബിന്റെയും അതീദിന്റെയും സോഫ്റ്റ്വെയറിൽ പ്രിയമുള്ളവരെ വരും. ഈ ദിവസം ഒരു ഫയലാണ്, നാളെ വേറൊരു ഫയലാണ്, മറ്റന്നാൾ വേറൊരു ഫയലാണ്. ഈ ഓരോ ദിവസത്തെ ഫയലിലും നമ്മുടെ പ്രഭാതം മുതൽ രേഖയുണ്ടാകും. സുബ്ഹ് ബാങ്ക് കൊടുക്കുമ്പോ എഴുന്നേറ്റിട്ടുണ്ടോ ഇല്ലയോ, സുബ്ഹ് നിസ്കാരം അതായി നിസ്കരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ സുബ്ഹ് നിസ്കാരം ഇവൻ പാഴാക്കിയിട്ടുണ്ടോ, ഉറങ്ങുന്ന രംഗം നാം നാളെ മഹ്ശറയിൽ അല്ലാഹുവിന്റെ ആ കോർട്ടിൽ വെച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ തരുന്ന ഏടുകളിൽ നാം കാണേണ്ടി വരും. വീഡിയോ ദൃശ്യം കാണേണ്ടി വരും. നാം ഇന്ന ദിവസം ഉറങ്ങിക്കിടക്കുന്നത്, സംസാരിക്കുന്ന തെളിവ് നമ്മുടെ മുമ്പാകെ ഉണ്ടായിരിക്കും പ്രിയപ്പെട്ടവരെ. എന്ന് മനുഷ്യന്റെ മുമ്പിൽ എന്ന് ലഭ്യമായ രേഖകളെക്കാൾ ഏറ്റവും സമ്പൂർണമായ രേഖയായിരിക്കും നാളെ വലത് കൈയിൽ സജ്ജനങ്ങൾക്കും ഇടത് കൈയിൽ ദുർജനങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന മനുഷ്യന്റെ ഏട്. ആ ഏട് എന്ന പ്രയോഗം, ആ ഏട് എന്ന് പറഞ്ഞ രേഖ, ഏടെന്ന് പറഞ്ഞ പുസ്തകം എന്ന് വിചാരിക്കും. രേഖ, ആ രേഖ വളരെ സമ്പൂർണമായ രേഖയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള രേഖ ഉണ്ടാകും, അതിന് സാധ്യമാണ് എന്ന് ആധുനിക ടെക്നോളജി നമ്മെ അറിയിക്കുകയാണ്. ഒരാളും അറിയാതെ വലിയ വലിയ സംഭവങ്ങൾ പെന്നിൽ ഒളിപ്പിച്ച് വെച്ച ക്യാമറ റെക്കോർഡ് ചെയ്യുന്ന കാലഘട്ടമാണ് നമ്മുടെ കാലഘട്ടം. ഇതിനേക്കാൾ അത്ഭുതകരമായ വൻ ശക്തിയുള്ള, പവറുള്ള, ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയുമുള്ള ക്യാമറയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റഖീബിനെയും അതീദിനെയും ഏൽപ്പിച്ചിട്ടുള്ളത്. ആയതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് സമയമായിരിക്കുന്നു മടങ്ങാൻ. അല്ലാഹു പറയുകയാണ്, വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. നിന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ആണ് സത്യം, ഓരോ സെക്കൻഡും ആണ് സത്യം, ഓരോ ദിവസവും ആണ് സത്യം, ഓരോ മണിക്കൂറും മാസവും ആഴ്ചയും വർഷവും ആണ് സത്യം.
കാലഘട്ടം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ഘടികാരത്തിൽ ഒരിക്കലും തന്നെ സൂചി നിലക്കുന്നില്ല, സെക്കൻഡ് സൂചി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ തന്നെ നാം നന്മകൾ, നമ്മുടെ നന്മയാണോ തിന്മയാണോ സംഭവിക്കുന്നത് എന്ന് സത്യവിശ്വാസി ചിന്തിക്കണം. അല്ലാഹു പറയുകയാണ്, ഈ കാലചക്രം തന്നെയാണ് സത്യം, മഹാത്ഭുതമായ കാലചക്രം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മുഴുവൻ മനുഷ്യരും നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനൂ, വിശ്വസിച്ചവരായ, സത്യം വിശ്വസിച്ചവരായ, വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്തവരുമായ, സൽക്കർമ്മങ്ങൾ ചെയ്തവരും സത്യം വിശ്വസിച്ചവരും, വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, ക്ഷമ കൊണ്ടും യാഥാർത്ഥ്യമായ കാര്യങ്ങളെ കൊണ്ടും പരസ്പരം ഉപദേശിച്ചവരും ആയ. അപ്പോ സർവ മനുഷ്യരും നഷ്ടത്തിലാണ്. നഷ്ടത്തിൽ അല്ലാത്ത വിഭാഗം സത്യം വിശ്വസിച്ച അഥവാ മുസ്ലിംകളായ. വഅമിലുസ് സ്വാലിഹാത്ത്, വിശ്വാസം മാത്രം പോരാ, കർമ്മം കൂടി വേണം. കർമ്മവും വിശ്വാസവും മാത്രം പോരാ. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, നല്ല കാര്യം ഉപദേശിക്കും വേണം, ചീത്ത കാര്യങ്ങൾ നിരോധിക്കും വേണം. ഈ 3 സ്വഭാവമുള്ള ആളുകൾ ഒഴികെ ബാക്കിയുള്ള മുഴുവൻ മനുഷ്യരും നഷ്ടത്തിലാണ്. അപ്പൊ വിശ്വസിച്ചു എന്നതുകൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല പ്രിയപ്പെട്ടവര്. വിശ്വസിച്ചു, നിസ്കരിച്ചു, നോമ്പെടുത്തു, സക്കാത്ത് കൊടുത്തു എന്നതുകൊണ്ടും രക്ഷപ്പെടാൻ പോകുന്നില്ല. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും യാഥാർത്ഥ്യമായ കാര്യങ്ങൾ, സത്യസന്ധമായ ദീനിന്റെ കാര്യങ്ങൾ, ആവശ്യമായ സ്ഥലങ്ങളിൽ ആവശ്യമായ ഉപദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം. മക്കൾ നിസ്കരിക്കണില്ലെങ്കിൽ എന്താ മോനെ നിസ്കരിക്കാത്തതെന്ന് മക്കളോട് ചോദിക്കണം. കഴിഞ്ഞ റമദാൻ മാസത്തിലെ നോമ്പ് ഖലാഅ് വീട്ടാത്ത മക്കള് വീട്ടിലുണ്ടെങ്കിൽ, കുട്ടിയെ കഴിഞ്ഞ വർഷത്തെ റമദാനിലെ നോമ്പൊക്കെ ഖലാഅ് വീട്ടിയോ ഇല്ലയോ എന്ന് ചോദിക്കണം. തിന്മ ചെയ്യുമ്പോൾ നിസ്കാര സമയത്ത് സുബഹ് ഖലാഅാക്കിയിട്ട് കിടന്നുറങ്ങുന്ന ഒരാൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ ലഅനത്താണ്, ആ വീട്ടിൽ ബർക്കത്ത് ഉണ്ടാവില്ല. സഹോദരങ്ങളെ, എത്ര വലിയ അഭിവൃദ്ധി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കാഴ്ചയിലുണ്ടായാലും അവർക്ക് ആന്തരിക പ്രശ്നങ്ങൾ ഉണ്ടാകും. സുബഹ് നിസ്കരിക്കാത്ത മുസ്ലിമിന്റെ വീട്ടിൽ ബർക്കത്ത് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് സൂര്യോദയത്തിന്റെ മുമ്പ് സർവ്വ മുസ്ലിങ്ങളും എഴുന്നേൽക്കണം. തന്റെ വീട്ടിൽ മകനോ മകളോ ഭാര്യയോ ആരായാലും ശരി, ഇനി ജോലിക്കാരനോ ആരായാലും ശരി, അവർ സുബഹിന്റെ മുമ്പ്, അവർ സുബഹ് ഖലാഅാകുന്നതിന്റെ മുമ്പ് എഴുന്നേറ്റ് നിസ്കരിക്കണം. അതിനുള്ള ബാധ്യത ഗൃഹനാഥന്റേതാണ്. അതാണ് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഇങ്ങനെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഈ പ്രവർത്തനങ്ങൾ ചെയ്ത ഈമാന് വേണം, അമലുസ്വാലിഹാത്ത് വേണം, നല്ല കാര്യങ്ങൾ ഉപദേശിക്കുകയും ചീത്ത കാര്യങ്ങൾ വിരോധിക്കുകയും ചെയ്ത ആളുകളല്ലാത്ത മുഴുവൻ മനുഷ്യരും നഷ്ടത്തിലാണ്. അല്ലാഹു തആല അങ്ങനെ ഇവിടെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും നല്ല കാര്യങ്ങൾ ഉപദേശിക്കുകയും ചെയ്യുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്താൽ മാത്രം പോരാ, നമ്മളതിൽ പെടണമെങ്കിൽ നാം അത് ചെയ്യണം, കർമ്മപദത്തിൽ കൊണ്ടുവരണം, വീട്ടിൽ നടപ്പാക്കണം. ചില ആളുകളുണ്ട് വീട്ടിൽ ഭാര്യയോട് പോലും ഒരു സൽക്കർമ്മത്തെ കുറിച്ചൊന്നും ചോദിക്കില്ല, മക്കളോട് പോലും സുബഹ് ഖലാഅകളുണ്ടാവും, എന്നാൽ ഉറക്കില്ലെന്ന് അവർ മക്കളെ പോലും വിളിച്ച് ഉണർത്തുകയില്ല. ഇങ്ങനത്തെ മക്കളുണ്ടല്ലോ. ഈ മക്കൾ നമുക്ക് എതിരായിട്ട് പരലോകത്തെ സാക്ഷിയായിട്ട് വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ ആയത്ത്, ഈ സൂറത്ത് ഇവിടെ പറയാൻ കാരണം സമയം കാത്തു നിൽക്കുന്നില്ല. അല്ല, ഈ ആയത്ത് പറയുന്നത് എങ്ങനെ അറിയോ? ഇതാ എല്ലാ മനുഷ്യരും നഷ്ടത്തിലാണ്. നഷ്ടപ്പെടാത്ത വിഭാഗം സത്യം വിശ്വസിക്കണം, അമലുസ്വാലിഹാത്ത് വേണം, പിന്നെ സതുപദേശങ്ങൾ നടത്തുകയും വേണം. അതുകൊണ്ട് വൽ അസ്ർ, കാലം പോവുകയാണ്, കാലഘട്ടം പോവുകയാണ്, കാലം നിന്നെ കാത്തു നിൽക്കുന്നില്ല. ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു വെള്ളിയാഴ്ച, ഈ ഡേറ്റിൽ ഇങ്ങനെ ഒരു വെള്ളിയാഴ്ച ഈ ഒരു വർഷത്തിൽ വരികയില്ല. അത് നമ്മുടെ ഫയൽ മറഞ്ഞുപോയി. വൽ അസ്ർ, കാലം നോക്കണേ, കാലം, ഈ കാലം നോക്കുകുത്തിയായിട്ട് നിന്റെ മുമ്പിലുണ്ട്. അതുകൊണ്ട് വേഗം സത്യം വിശ്വസിച്ചോ, അമലുസ്വാലിഹാത്ത് ചെയ്തോ, എന്നിട്ട് സതുപദേശങ്ങൾ ചെയ്തോ എന്ന് അള്ളാഹു പറയുന്നത് പോലെയാണ് ഈ ആയത്ത് നമ്മോട് സംസാരിക്കുന്നത്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റമദാനിനെ സ്വാഗതം ചെയ്യുവാൻ ഇനി നമ്മുടെ മനസ്സ് പിന്തിക്കേണ്ട ആവശ്യമല്ല, ഇപ്പോൾ തന്നെ തുടങ്ങണം. അതിന് ഏറ്റവും ആദ്യമായി വേണ്ടത് നമ്മുടെ മനസ്സിനെ വിമലീകരിക്കുകയാണ് വേണ്ടത്. മനസ്സിനെ വിമലീകരിക്കുമ്പോ എല്ലാ വെറുപ്പിൽ നിന്നും, എല്ലാ വീറിൽ നിന്നും, എല്ലാവിധ വിദ്വേഷങ്ങളിൽ നിന്നും, അസൂയകളിൽ നിന്നും നമ്മുടെ മനസ്സിന് മോചനം ലഭിക്കണം. നമ്മുടെ സഹോദരനോട്, നമ്മുടെ കുടുംബക്കാരനോട്, അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിമിനോട് വിദ്വേഷം ഉണ്ടായിട്ട്, വെറുപ്പുണ്ടായിട്ട് ഒരു മനുഷ്യൻ അമൽ ചെയ്താൽ അവന്റെ അമൽ അല്ലാഹു കബൂലാക്കൂല, അല്ലാഹു സ്വീകരിക്കുകയില്ല. എത്ര കുത്തിമറിഞ്ഞാലും ശരി, നിസ്കാരത്തിന്റെ കാര്യത്തിൽ എത്ര നിസ്കരിച്ചാലും ശരി, എത്ര നോമ്പ് നോറ്റാലും മതി, എത്ര ദിക്റും ദുആയും ചെയ്താലും മനുഷ്യന്റെ അമൽ അല്ലാഹു കബൂൽ ചെയ്യണമെങ്കിൽ നാം നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് വെറുപ്പും വിദ്വേഷവും പകയും ഇല്ലാതിരിക്കണം. എന്നാലേ അല്ലാഹു നമ്മുടെ അമൽ സ്വീകരിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, തുഅറദു അഅമാലുൻ നാസ്, മനുഷ്യരുടെ കർമ്മങ്ങളെ അല്ലാഹുവിന്റെ അടുക്കൽ പ്രദർശിപ്പിക്കപ്പെടും. ഫീ കുല്ലി ജുമുഅത്തിൻ മറത്തൈൻ യൗമൽ ഇസ്നൈൻ വ യൗമൽ ഖമീസ്. എല്ലാ ആഴ്ചയിലും, എല്ലാ തിങ്കളാഴ്ചയും, എല്ലാ വ്യാഴാഴ്ചയും മനുഷ്യൻ ചെയ്യുന്ന അമലുകളുടെ ഫയൽ അല്ലാഹുവിന്റെ മുമ്പിൽ തുറക്കപ്പെടും. എന്നാൽ അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ തുറക്കപ്പെടുന്ന ഫയലുകളിൽ, മുഅ്മിനീങ്ങളുടെ ഫയലുകൾ തുറക്കപ്പെടുമ്പോൾ ചിലരിൽ തെറ്റുകളും പിഴവുകളും ഒക്കെ കാണും. അത് അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുക്കും. നല്ല മനസ്സുള്ള ആളുകളാണെങ്കിൽ അല്ലാഹു തആല അവർക്ക് അത് പുറത്തു കൊടുക്കും. സാരല്ല, എൻ്റെ അടിമയല്ലേ, എൻ്റെ അടിമയല്ലേ. ഒരു മാതാവിന് മക്കളോടുള്ള സ്നേഹം എങ്ങനെ, അതിനേക്കാൾ അപ്പുറമാണ് അല്ലാഹുവിന് അവന്റെ അടിമകളോടുള്ള സ്നേഹം. ഒരു മകൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ചെറുപ്രായത്തിൽ. വീട്ടിൽ നിന്ന് എന്തോ ഉമ്മയോട് വീട്ടിൽ വലിയ അബദ്ധങ്ങൾ ചെയ്തുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്താക്കി. വൈകുന്നേരം പുറത്താക്കി, തുറന്നു തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദേഷ്യം കൊണ്ട് ചെയ്തതാണ്. ലോക്ക് ചെയ്തു. കുറച്ച് കഴിഞ്ഞിട്ട് മകനെ കാണുന്നില്ല. എന്നാൽ പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെ മകനെ അന്വേഷിച്ചുകൊണ്ട് പോവുകയാണ് ഈ ഉമ്മയും ഉപ്പയും. കാരണം എന്താ? ഉമ്മയുടെയും ഉപ്പയുടെയും വാത്സല്യം അങ്ങനെ. ഇങ്ങനെ നോക്കുമ്പോൾ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട മോന് 10-15 വയസ്സുകാരനായ മോന് കുറച്ചകലെ ഒരു ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ദുഃഖിതനായി ഇരുന്ന് ഇങ്ങനെ ഉറക്കം തൂങ്ങാണ്. ഈ ബാപ്പയും ഉമ്മയും ഇങ്ങനെ പോയിട്ട് ഉറക്കം തൂങ്ങുന്ന മകനെ കണ്ടിട്ട് വാരിയെടുത്ത്, മോനെ, നീ ഇങ്ങനെ പോയിട്ട് വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല മോനെ, നീ അത്രയും വലിയ അബദ്ധം ചെയ്തതുകൊണ്ട് നിനക്കൊരു ശിക്ഷണം തന്നതാണ്. നീ ഇല്ലാതെ ഞങ്ങൾക്ക് എവിടെ ജീവിതം, നീ ഇല്ലാതെ ഞങ്ങൾക്ക് ജീവിതത്തിന്റെ ആനന്ദം എവിടെ എന്ന് പറഞ്ഞ് ഈ ബാപ്പയും ഉമ്മയും കുറെ തെരഞ്ഞ് അവർ ആ മകനെ കണ്ടുമുട്ടുമ്പോ പിടിച്ച് ആലിംഗനം ചെയ്യാറുണ്ട്. ഇതിനേക്കാൾ സ്നേഹമാണ് സത്യവിശ്വാസികളുടെ തൗബക്ക്. സത്യവിശ്വാസികളോട്, അള്ളാഹുവിന്റെ അടിമകളോട് അള്ളാഹുവിന് ഇതിനേക്കാൾ വലിയ സ്നേഹമാണ് പ്രിയപ്പെട്ടവര്. അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പൊ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും തുറക്കുന്ന ഫയലുകളിൽ തെറ്റുകൾ ചെയ്തവരുടെ തെറ്റുകൾ പടച്ച തമ്പുരാൻ പുറത്തു കൊടുക്കും. എന്നാൽ ഇല്ലാ അബ്ദൻ ബൈനഹു വ ബൈന അഖീഹി ശഹ്നാ ഉദ്റുകൂ, ചില ആൾക്കാരുടെ പാപങ്ങൾ പടച്ചോൻ പുറത്തു കൊടുക്കൂല. അവനും അവന്റെ സഹോദരനും ഇടയിൽ വെറുപ്പാണ്, വീറാണ്, വാശിയാണ്. അങ്ങനെ തന്റെ സഹോദരങ്ങളോട്, പകയുള്ളവരോട്, വെറുപ്പുള്ളവരുടെ, പകയുള്ളവരുടെ പാപങ്ങൾ പടച്ചവൻ പുറത്തു കൊടുക്കുകയില്ല. അല്ലാഹു പറയും, അവനവിടെ ഒഴിവാക്കി വിടും. അവര് നന്നായി വരട്ടെ, അവര് നന്നായി വരുന്ന സമയത്ത് നമുക്ക് നോക്കാം എന്നാണ് അല്ലാഹു തആല മലക്കുകളോട് പറയുക എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ ഹൃദയത്തിൽ, ആ വെറുപ്പ് വെച്ചിട്ട് നോമ്പ് നോറ്റിട്ട് കാര്യം ഇല്ല, നിസ്കരിച്ചിട്ട് കാര്യം ഇല്ല. ആ വെറുപ്പുള്ളവരെ കണ്ടെത്തി അയാളോട് പോയി തുറന്ന് പറയുക, സുഹൃത്തേ, എന്റെ മനസ്സിൽ താങ്കളോട് വെറുപ്പ് വന്നു പോയിട്ടുണ്ട്, അതിന് ഇന്ന കാരണങ്ങളാണ്, എനിക്ക് മാപ്പ് തരണം, എനിക്ക് പുറത്തു തരണം എന്നൊരു സുഹൃത്ത് പറയുമ്പോ ഏത് സുഹൃത്താ പുറത്തു കൊടുക്കാതിരിക്കുക? അങ്ങനെ ആദ്യപടിയായിട്ട് റമദാനിനെ സ്വീകരിക്കുവാൻ ചെയ്യേണ്ടത് ഈ ജോലിയാണ്. മാത്രമല്ല
കുടുംബങ്ങളുമായി പിണങ്ങി നിൽക്കുന്നവരുടെ അമൽ അള്ളാഹു സ്വീകരിക്കുകയില്ല. ദീൻ എന്ന് പറഞ്ഞാൽ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് വെറും നിസ്കാരവും നോമ്പും ഇങ്ങനെയുള്ള അനുഷ്ഠാനങ്ങൾ മാത്രമല്ല. അനുഷ്ഠാനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തെ സംസ്കരിക്കുവാനാണ്, സ്വഭാവം സംസ്കരിക്കുവാനാണ്, സമ്പന്നമായ ജീവിത ശൈലിയും സംസ്കാരവും നമുക്ക് സമർപ്പിക്കുവാനാണ് അനുഷ്ഠാനങ്ങളൊക്കെ ഉള്ളത്. അള്ളാഹുമായിട്ട് നിരന്തര ബന്ധം പുലർത്തുന്ന ഒരാൾ, അവന്റെ ഹൃദയം പതിത ഹൃദയമായിരിക്കും. അവനക്ക് ആരോടും വെറുപ്പുണ്ടാവില്ല, അവന് ആരോടും വിദ്വേഷമുണ്ടാവുകയില്ല. ആയതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് വളരെ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തബാഗദു, ആരോടും വെറുപ്പ് അരുതേ. വലാ തഹാസദു, ആരോടും അസൂയ അരുതേ. വലാ തദാബറു, ആരെങ്കിലും കാണുമ്പോ നീ പിന്തിരിഞ്ഞു പോകരുതേ. നീ ആരെങ്കിലും കാണുമ്പോ ഓന് നേരെ മുന്നിൽ വരുന്നുണ്ട്, ഇപ്പൊ ഞാൻ അവനോട് വർത്താനം പറയേണ്ടി വരും, അപ്പൊ അവൻ വരുന്ന വഴി മാറിയിട്ട് അവനോടുള്ള സമ്പർക്കം ഒഴിവാക്കാൻ, അവനോടുള്ള ഒരു നേരിടൽ ഒഴിവാക്കാൻ വഴി മാറിയിട്ട് പോവുക പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വഖൂലൂ ഇബാദല്ലാഹി ഇഖ്വാനാ, വഖൂലൂ ഇബാദല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ അടിമകളായി തീരുക. ഇഖ്വാന, ഏകോദര സഹോദരങ്ങളായ, സാഹോദര്യത്തോടു കൂടി ജീവിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഇസ്ലാമിക സമൂഹത്തിൽ ഉള്ള ഏറ്റവും വലിയ വിഷയമാണ് ആഭ്യന്തര ശൈഥില്യം. ഇറാഖിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ ഏതൊരു മുഅ്മിനെയാണ് വേദനിപ്പിക്കാതിരിക്കുക. സുന്നി ഷിയ സംഘടനമാണ്. എന്തിനൊരു വിഭാഗം മറ്റൊരു വിഭാഗത്തിന്റെ മേൽ ആക്രമിക്കാൻ പോകുന്നു, അവരെ ആക്രമിക്കാനും വകവരുത്തുവാനും കൊല്ലാനും പിടിച്ചെടുക്കാനും പോകുന്നു. ദീൻ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ദീൻ പഠിപ്പിച്ചിട്ടുള്ളത് ആശയ സംവാദമാണ്, ആശയബോധനം നടത്താനാണ്. ഷിയ വിഭാഗത്തിന്റെ അടുത്ത് അബദ്ധങ്ങളുണ്ട്, ഒരുപാട് പിഴച്ച വിശ്വാസങ്ങളുണ്ട്. അതിന് സുന്നി സഹോദരന്മാർ ചെയ്യേണ്ടത് എന്താണ്? അവരുടെ വിശ്വാസങ്ങൾ ശരിയല്ല എന്ന ആശയബോധനം നടത്തുകയാണ്. ഇങ്ങനെയുള്ള സംഘടനകൾ കൊണ്ട് എന്തുണ്ടാകുന്നു? മറ്റുള്ള സമൂഹത്തിന് ഇവരെപ്പോഴും സംഘടനകളാണ് എന്ന് സമുദായത്തെ കുറിച്ചുള്ള ഒരു ദുഷ്പേരിനല്ലേ ഉണ്ടാകുന്നത്. പാകിസ്ഥാനിലും പ്രശ്നമാണ്, അഫ്ഗാനിസ്ഥാനിലും പ്രശ്നമാണ്. എന്തിനാണ് ഈ രക്തരൂക്ഷിത കലാപങ്ങൾ ഉണ്ടാക്കുന്നത്? ഇതൊന്നും ദീൻ പറഞ്ഞിട്ടില്ല. എന്നാൽ ഇതൊക്കെ അവിടെ ചെയ്യുന്ന ആളുകൾ ദീനിന്റെ പേരിൽ അല്ല, താനും വംശീയ പ്രശ്നങ്ങളാണ് പലരും. ഇനി ആരെങ്കിലും ദീനിന്റെ പേരിൽ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ദീൻ അത് പഠിപ്പിച്ചിട്ടില്ല. ദീൻ പഠിപ്പിച്ചത് എന്താ? ലാ ഇക്റാഹ ഫിദ്ദീൻ എന്നാ പഠിപ്പിച്ചത്. ദീനിൽ യാതൊരു നിർബന്ധമില്ല. ആരെയും നിർബന്ധിച്ച് തന്റെ കക്ഷിക്കാരനാക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ തന്റെ സംഘടന മാത്രം മതി, മറ്റുള്ള സംഘടനക്കാരെല്ലാം തന്നെ അടച്ചാക്ഷേപിക്കുക, താൻ മാത്രമാണ് ശരി. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ. റമദാനു ഷരീഫ് തന്നെ ആഭ്യന്തര ശൈഥില്യങ്ങൾക്കും പള്ളികൾ പൂട്ടാനും പള്ളികൾ പിടിച്ചെടുക്കാനും ദീനീ സ്ഥാപനങ്ങളെ വ്യാജ രേഖകളും മറ്റുമുണ്ടാക്കി സ്വന്തത്തിലാക്കാനും നമ്മുടെ ഇടയിലെ ആളുകൾ തന്നെ ശ്രമിക്കുന്നില്ലേ? ഇതിന്റെ ആവശ്യം എന്ത്? ആരെയും നിർബന്ധിക്കേണ്ട, ആരെയും ഒരു കാര്യത്തിലും നിർബന്ധിക്കേണ്ട എന്നാണ് ദീൻ പറഞ്ഞിട്ടുള്ളത്. ഓരോരുത്തർ അവരുടെ പ്ലാറ്റ്ഫോമിൽ അവർ പ്രവർത്തിക്കട്ടെ. എന്നാൽ സമാധാനപരമായി ഓരോ പ്രസ്ഥാനക്കാർ അവരവരുടെ ആശയബോധനം നടത്തട്ടെ. അതുകൊണ്ട് പ്രശ്നമുണ്ടാകുന്നില്ല. കലാപങ്ങൾ ഉണ്ടാക്കരുത്. കലാപങ്ങൾ ഉണ്ടാക്കാൻ, കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ഒരിക്കലും തന്നെ നമ്മെ ദീൻ പഠിപ്പിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. തനിക്ക് ഇഷ്ടപ്പെട്ടത് തന്റെ സഹോദരൻ ഇഷ്ടപ്പെടുന്നവരെ നിങ്ങൾ ആരും മുഅ്മിനാകൂല. അത് സംഘടനയുടെ വിഷയം അങ്ങനെ തന്നെയാണ്. എന്റെ സംഘടനക്ക് ദീനിയായിട്ട് എന്റെ ദീനി പ്ലാറ്റ്ഫോമിന് ഗുണങ്ങൾ ഉണ്ടാകണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക്, വേറെ പ്ലാറ്റ്ഫോമിൽ ദീൻ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവർക്കും ഗുണങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കണം. അങ്ങനെ ആഗ്രഹിക്കാതിരുന്ന നമ്മുടെ ഈമാനിന് തകരാറ് വരുമെന്നാണ്. നമ്മൾ ഇസ്ലാമിക സമൂഹത്തെ എടുത്തു നോക്കിയാൽ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കാണും.
നമുക്ക് തന്നെ ഇവിടെയുള്ള പ്ലാറ്റ്ഫോമുകൾ നാം കാണുകയാണെങ്കിൽ നേതാക്കന്മാരായിട്ട് ഈ അടുത്ത കാലങ്ങളിൽ ഉള്ള ആളുകളെയാണ് എല്ലാവരും കാണുക. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ദീനുണ്ട്, സ്വഹാബത്തിന്റെ ഒരു ദീനുണ്ട്, താബിഈങ്ങളുടെ ഒരു ദീനുണ്ട്. ഈ ദീനിൽ ഇവിടെ ശൈത്യല്യങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ട്. ആ ദീനിനെ കാണുക, ആ ദീനിനെ കണ്ട് അവരവരുടെ പ്ലാറ്റ്ഫോമിലും സംഘടനകളും പ്രവർത്തിക്കട്ടെ. പ്രസ്ഥാനങ്ങളെ കൊണ്ടും സംഘടനകളെ കൊണ്ടും പ്ലാറ്റ്ഫോമുകളെ കൊണ്ട് കുറേ ഗുണങ്ങളുണ്ട്, ഗുണമുള്ള ഒരുപാട് വശങ്ങളുണ്ട്. ആ വശങ്ങളിലൂടെ മാത്രം സഞ്ചരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പ്രയാസങ്ങളെ തൊട്ടും എല്ലാവിധ തെറ്റായ വഴികളെ തൊട്ടും ഉമ്മത്തിനെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇതൊക്കെ പറഞ്ഞത് മനസ്സിനെ നന്നാക്കാനാ വേണ്ടത്. റമളാനിനെ സ്വീകരിക്കുവാൻ വേണ്ടി നല്ല മനസ്സോടുകൂടെ, ആരോടും വെറുപ്പില്ലാതെ വഴക്കില്ലാതെ നാം ജീവിക്കുക. അതുകൊണ്ട് നാം സ്വന്തം തയ്യാറാവുക. ഇതൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ ചോദിക്കുക, അവിടെ ഇല്ലേ, അവിടെ റോട്ടമ്മ കിടന്ന് അങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദം നടക്കണില്ലേ, അവിടെ ക്ലിപ്പിംഗ് ഇല്ല, അങ്ങനെ അതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ നഫ്സ് നോക്കിയാൽ മതി. നിങ്ങൾ അള്ളാഹുവിനുമായിട്ടുള്ള ബന്ധം, ഞാൻ പറഞ്ഞില്ലേ, അള്ളാഹുവിൻ്റെതാണ് ഇസ്ലാം. മുഹമ്മദ് റസൂലുള്ളയാണ് ഇസ്ലാമിന്റെ നേതാവ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു നോട്ടം നോക്കി, അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും വരില്ല. അള്ളാഹുവായിട്ട് വലിയ ഹൃദയബന്ധം ഉണ്ടാകുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേതാവായി കാണുക, ദീനിന് നല്ല കാര്യങ്ങൾ ആരുമായിട്ടും സഹകരിക്കുക, ചീത്ത കാര്യങ്ങളുമായിട്ട് ആരുമായി സഹകരിക്കാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവിധ ഖൈറും റാഹത്തും നൽകുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുഅ്മിനീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. اللهم صل على محمد وعلى آل محمد أيها الناس اتقوا الله حق تقاته. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم ارض عن أمير المؤمنين أبي بكر وعمر وعثمان وعلي وسائر الصحابة والقرابة على كلهم أجمعين. أولئك حزب الله ألا إن حزب الله هم المفلحون. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات إنك مجيب الدعوات ويا قاضي الحاجات. اللهم وحد بين المسلمين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم ربنا آتنا خير الدنيا وخير الآخرة وقنا شر الدنيا وشر الآخرة. اللهم أنزل السكينة وأنزل الراحة وأنزل الرحمة بين قلوب المؤمنين بين قلوب المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. إن الله يأمر بالعدل والإحسان